നമസ്കാരം. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. LDF കൺവീനർ EP ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള BJPയുടെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ EP ജയരാജൻ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. സാധാരണ നിലയിൽ CPIMന്റെ നേതാക്കളോ ഭാരവാഹികളോ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തിയാൽ പാർട്ടിയെ അറിയിക്കുക എന്നതാണ് രീതി. അങ്ങനെ അറിയിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതിനെതിരെ സാധാരണ നടപടികൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണയും EP ജയരാജനോട് പാർട്ടി ക്ഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫലം വരണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരിക്കണം. ആ ഫലം വന്നതിന് ശേഷം ഒരു പക്ഷേ നടപടികൾ ഉണ്ടായേക്കാം. എന്തായാലും EPയെ സംരക്ഷിക്കുന്ന പാർട്ടി നിലപാടിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു കഴിഞ്ഞു. പിണറായി വിജയന്റെ അരമന രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്ന നേതാവാണ് EP ജയരാജൻ എന്നും അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്നുമാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഈ ആക്ഷേപം ഇനി കോൺഗ്രസ് കടുപ്പിക്കുകയും ചെയ്യും. വാർത്താരംഭം തുടങ്ങുകയാണ്. ആദ്യം പരിശോധിക്കാം പ്രധാന തലക്കെട്ടുകൾ. കൊടും ചൂടിൽ വലഞ്ഞ് കേരളം, ആശങ്കയുയർത്തി ഉഷ്ണതരംഗം. പാലക്കാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 8 ജില്ലകളിൽ 4 ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസ മുന്നറിയിപ്പ്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. അപകട മേഖലകളിൽ ഉള്ളവർ മാറി താമസിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും വിനോദങ്ങളും ഒഴിവാക്കണം. പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ച വിവാദം ആയുധമാക്കി പ്രതിപക്ഷം. ജയരാജന്റെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കോൺഗ്രസ്. EPയെ മുഖ്യമന്ത്രിക്ക് ഭയം. ജയരാജനെതിരെ നടപടിയെടുക്കാത്തത് പിണറായിയുടെ അരമന രഹസ്യങ്ങൾ പുറത്തുവരുമെന്ന ഭയം മൂലമെന്ന് MM ഹസൻ. നടുറോഡിൽ മേയർ KSRTC ബസ് തടഞ്ഞാൽ കേസില്ലേ? ഡ്രൈവർ യദു കൃഷ്ണൻ നൽകിയ പരാതിയിൽ പോലീസ് കേസ് എടുത്തേക്കും. കേസെടുക്കാത്തത് ഭരണസ്വാധീനം കൊണ്ടെന്ന് ആരോപണം. പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. കണ്ണൂരിൽ വാഹനാപകടത്തിൽ 5 മരണം. മരിച്ചത് കാസർഗോഡ് സ്വദേശികളായ കുടുംബാംഗങ്ങൾ. അപകടം കാറും ഗ്യാസ് സിലിണ്ടർ ലോറിയും കൂട്ടിയിടിച്ച്. അണുബാധയെ തുടർന്ന് യുവതി മരിച്ചതിന് പിന്നാലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശിശുമരണവും. ആശുപത്രി അധികൃതർക്കെതിരെ അനാസ്ഥ ആരോപിച്ച് ബന്ധുക്കൾ. കുഞ്ഞിന് ഓക്സിജൻ മാറ്റിയിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നീടൊരു സമയത്ത് വന്നിട്ട് പറയുന്നു കുഞ്ഞിന് ഛർദിലുണ്ട്, രക്തസ്രാവം ഉണ്ടായി, ബ്ലഡ് ഹോട്ടാണ്, കുഞ്ഞിനെ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ഒരു രാത്രി 1:30 പറഞ്ഞു കുഞ്ഞ് ഡെഡായെന്ന് പറഞ്ഞു. വടകരയിൽ വോട്ടെടുപ്പ് വൈകിയതിൽ പരാതിയുമായി കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോധപൂർവം ശ്രമിച്ചെന്ന് ആരോപണം. JDS കോർ കമ്മിറ്റി യോഗം ഇന്ന് ഹുബള്ളിയിൽ. അശ്ലീല വീഡിയോ വിവാദത്തിൽ വെട്ടിലായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നടപടി ചർച്ച ചെയ്യും. പ്രജ്വലിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് സൂചന. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരൊക്കെ? പ്രഖ്യാപനം വൈകുന്നു. പത്രിക സമർപ്പിക്കാൻ ഇനി 3 നാൾ. നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാർ ഇന്ന് വിരമിക്കും. പടിയിറങ്ങുന്നത് നാവികസേനയുടെ തലപ്പത്തെത്തിയ ആദ്യ മലയാളി. വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേൽക്കും.
കനേഡിയൻ പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ഖലിസ്ഥാൻ മുദ്രാവാക്യമുയർത്തിയ സംഭവത്തിൽ കടുത്ത പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. അക്രമ അന്തരീക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയെന്ന് വിമർശനം. ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്നും മുന്നറിയിപ്പ്. T20 ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ചീഫ് സെലക്ടർ BCCI സെക്രട്ടറി ചർച്ച അഹമ്മദാബാദിൽ. ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടുത്തണോ എന്ന് തീരുമാനിക്കും. ISL ഫൈനൽ പോരാട്ടം കാത്ത് ആരാധകർ. മോഹൻ ബഗാൻ മുംബൈ FC കലാശപ്പോര് ശനിയാഴ്ച. IPL-ൽ ലക്നൗ ഇന്ന് മുംബൈയെ നേരിടും. വാർത്താരംഭം ആദ്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വാർത്തയിലേക്കാണ്. കേരളത്തിൽ കടുത്ത ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് ഉഷ്ണതരംഗം. സംസ്ഥാനത്ത് ITIകൾക്ക് നിലവിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 41 ഡിഗ്രിയിലേറെ ചൂട് ഉയർന്ന പാലക്കാട് ഓറഞ്ച് അലർട്ടാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 5 മുതൽ 5.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 3 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരും എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അത്യുഷ്ണത്തെ തുടർന്നാണ് പാലക്കാടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കളക്ടർ തന്നെയാണ് ഈ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആദ്യം കളക്ടറിന്റെ വാക്കുകളിലേക്ക്. അതിതീവ്രമായിട്ടുള്ള ചൂട് തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുന്നതിനാലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുജനങ്ങൾ എടുക്കേണ്ട കരുതലുകളെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ജില്ലയിൽ കുറച്ച് നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരികയാണ്. മെയ് 2 വരെ നമ്മുടെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും, കുട്ടികളുടെ അധ്യയനം നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതാണ്. അംഗൻവാടികൾക്ക് നേരത്തെ തന്നെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകൾ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ്. ട്യൂഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അഡീഷണൽ ക്ലാസ്സുകൾ, സമ്മർ ക്യാമ്പുകൾ ഒക്കെ മെയ് 2 വരെ നിർത്തിവെക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനേഷ് കുമാറാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. വിനേഷ്, ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് പാലക്കാട്ടെ ജനങ്ങൾ ആണ്. കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ കടുത്ത ചൂടാണ്. ആളുകൾക്ക് പുറത്തുപോലും ഇറങ്ങാനാകാത്ത സാഹചര്യം. ഇപ്പോഴിതാ 9 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ പോലും വിനേഷ് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വ്യക്തമാണ് എത്രത്തോളം ചൂടുണ്ട് എന്നത്. ആളുകൾ എത്രത്തോളം ദുരിതത്തിലാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾ നേരിടുന്നത്? അഭിലാഷ്, അത്യുഷ്ണത്തിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പാലക്കാടുള്ളത്. രാത്രിയിൽ പോലും 30 ഡിഗ്രിക്ക് മുകൾ ആണ് ചൂടുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ആളുകൾ KSEBയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് പാലക്കാട് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ്. KSEBയിൽ പോയി അന്തി ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് പോലും ആളുകൾ എത്തുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ കഴിയും. എന്തായാലും പാലക്കാടിൻ്റെ അവസ്ഥ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു ഉഷ്ണത്തെയാണ് പാലക്കാട് അഭിമുഖീകരിക്കുന്നത്. രാത്രികളിലും അതുപോലെ തന്നെ പകലും, രാത്രികളിൽ തെരുവിൽ അന്തി ഉറങ്ങുന്ന ആളുകളെല്ലാം തന്നെ നമുക്ക് കാണാം. വസ്ത്രങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അന്തി ഉറങ്ങുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് എന്തായാലും പാലക്കാട് പോയിട്ടുള്ളത്. പാലക്കാട് രാവിലെ തന്നെ നമുക്കറിയാം, രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ ചൂട് അനുഭവപ്പെടും. ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ശക്തമായ ഇടമഴ ലഭിച്ചില്ലെങ്കിൽ, ശക്തമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പാലക്കാടിൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ്. വലിയ ചൂട് തന്നെയാണ്. ഏറ്റവും സാധാരണക്കാരായ ആളുകളെയും മറ്റുമാണ് ഇത്തരത്തിൽ ഈ ഇത് ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെ ഈ ചൂടത്ത് പണിയെടുക്കുന്നത്? എന്താ ബുദ്ധിമുട്ട് തന്നെ. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഓവർ ഇടങ്ങേറ്. പിന്നെ നമുക്ക് ഒരു മര തണലൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിന്ന് പോകണം. ബാക്കിയുള്ളതിൻ്റെ കാര്യമൊക്കെ ഈ സെൻട്രിങ്ങും വർക്കിൻ്റെയും അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ട്. റോട്ടിൽ പണിയെടുക്കണതിൻ്റെയും കാര്യങ്ങളും മൊത്തം ബുദ്ധിമുട്ട് തന്നെ. എന്നിട്ട് വെള്ളം കുടിക്കുന്നില്ലേ? ഓ, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കും. മെയിൻ ഭക്ഷണം ഉണ്ടെങ്കിലും വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുകയാണ്. ശരി സാർ. ചൂട് ഭയങ്കര ചൂടാണ്. ഇപ്പൊ എന്താ എവിടേക്ക് പോവാ? ക്ലാസ് ഉണ്ടോ? അല്ല, ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ ബസ്സിൽ കുറേ കഴിക്കാൻ വേണ്ടി വന്നതാണ്.
യാത്രകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉച്ച ടൈമിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. എന്തായാലും പാലക്കാട്ടെ ആളുകൾ നമുക്കറിയാം എങ്ങനെ ഈ ചൂടിനെ പ്രതിരോധിക്കണം എന്ന് അറിയാതെ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം 40 ഡിഗ്രിക്ക് മുകളിലാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് പാലക്കാട് ജില്ലയിൽ ചൂട് അനുഭവപ്പെടുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടാണ്. രാവിലെ തന്നെ ഭയങ്കര പൊരിച്ചലാണ്. കാലാവസ്ഥ മഴയില്ലല്ലോ, ഭയങ്കര ചൂട്, നിൽക്കാൻ പറ്റാത്ത ചൂടാ. ഏത് ബസ്സിലാണ് നിങ്ങൾ? ജിജോ സിൻസി. ഉച്ച ഉച്ച സമയങ്ങളിലൊക്കെ തീ പോലെയാണ്, റോട്ടിൽ നിന്ന് തീ പോലെ വരികയാണ് ചൂട്. ഭയങ്കര ചൂടാണ്. യാത്രക്കാർ കുറവാണോ? യാത്രക്കാർ ഉച്ചത്തെ കാലൊന്നും ഒന്നുമില്ല, ആളെയില്ല, വഴിയിലൊന്നും ആരും കയറാനില്ല. എന്തായാലും വലിയൊരു ബുദ്ധിമുട്ടിനെ കുറിച്ച് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഉച്ച സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഉച്ച സമയത്തൊക്കെ കാറ്റടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അടുപ്പിലെ തീ പാളുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ചൂട് ആ രീതിയിലേക്കാണ് മാറുന്നത്. അതുപോലെ തന്നെ രാത്രികളിൽ ഉറക്കമില്ലായ്മ. കാരണം ആളുകൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ള ആളുകൾ ആ സമയത്ത് 12 മണിക്ക് 1 മണിക്കൊക്കെ വീണ്ടും ഷവർ തുറന്ന് അതിൻ്റെ മുമ്പിൽ 10-15 മിനിറ്റ് നിന്ന ശേഷം വീണ്ടും പോയി ഉറങ്ങുന്ന ഒരു അവസ്ഥയൊക്കെ ആളുകൾ ഇങ്ങനെ വെക്കാറുണ്ട്. എന്തായാലും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശക്തമായ മഴ, ഇടമഴ ലഭിക്കുകയാണെങ്കിൽ, വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ ഇത് മറികടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും സമയം ഇപ്പോൾ 9 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചൂട് ആയി വരുന്നുണ്ട്, ഇപ്പോൾ തന്നെ ചൂടായി വരുന്നുണ്ട്. ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് കൂടും. ഒരു 11 മണിക്കും 3 മണിക്കും ഇടയിൽ ചൂട് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് പാലക്കാട് നിന്ന് കാണാൻ കഴിയും. പാലക്കാട് മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ 3 മുതൽ 4 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉയർന്നിട്ടുള്ളത് 5 മുതൽ 5.5 വരെയാണ്. ഇവിടെ ഇനിയും 5.5 സെൽഷ്യസ് വരെയാണ്. ഇവിടെ ഇനിയും താപനില ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് എന്തായാലും പറയുന്നത്. ഇത് ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, പാടങ്ങളിലെല്ലാം തന്നെ കൃഷിക്ക് വന്നപ്പോൾ ആളുകൾ കാര്യമായി തന്നെ ഒന്നും പോകാറില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബസ്സിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകൾ പറഞ്ഞ പോലെ തന്നെ, കാരണം ഉച്ച സമയത്തൊന്നും യാത്രക്കാരില്ലാത്തൊരവസ്ഥയിലേക്ക് പാലക്കാട് പോകുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ അന്ന് 3 പേരാണ് കുഴഞ്ഞു വീണത്. സൂര്യാഘാതമേറ്റ് 2 മരണം ഉണ്ടായിരിക്കുന്നു. ഇത് കൂടാതെ നിർജ്ജലീകരണം മൂലം 2 പേരാണ് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ മരിച്ചത്. ഒന്ന് അട്ടപ്പാടിയിലും മറ്റൊന്ന് പാലക്കാട് നഗരത്തിലുമായിരുന്നു. ഇത്തരത്തിലുള്ള മരണങ്ങളും വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പാലക്കാടിന്റെ അവസ്ഥ അതീവ ദുരിതത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് എടുത്തു പറയാനുള്ളത്. റൈറ്റ്. അതോടൊപ്പം വിനേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് 2 മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ആളുകൾ ഇത് സംബന്ധിച്ച് കൃത്യമായ ബോധവാന്മാരാണോ? അതായത് വെയിൽ സമയത്ത് അത്യുഷ്ണം ഉണ്ടാകുമ്പോൾ മാറി നിൽക്കണം, ജോലിസ്ഥലത്ത് കൃത്യമായി വെള്ളം കരുതണം, കുട്ടികളാണെങ്കിൽ കുട ഉപയോഗിക്കണം. ഇപ്പോൾ അവധിയായതുകൊണ്ട് ഒരു പരിധിവരെ ആശ്വാസമുണ്ടെങ്കിലും കുട്ടികളെ ഈ ചൂട് സമയത്ത് പുറത്ത് കളിക്കാൻ വിടരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ കൃത്യമായ മുന്നറിയിപ്പുണ്ടോ? വിനേഷ് നിൽക്കുന്നതിന് തൊട്ടു പിന്നിൽ ബസ് ഉണ്ട് എന്ന് തോന്നുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം എന്നുകൂടി മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം വിനേഷ് തുടരാം. എന്തായാലും ഈ ജില്ലാ കളക്ടർ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് 2 വരെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് മെയ് 2 കഴിഞ്ഞാൽ ഇനിയും അവധി അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുന്നവരെ ആകും എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം മെയ് 2 എന്ന് പറഞ്ഞാൽ ഇനി 2 ദിവസം മാത്രം, ഇന്ന് 30 അതിനിടയിൽ എന്തായാലും മഴ ലഭിക്കുകയാണെങ്കിൽ, നല്ല മഴ ലഭിക്കുകയും ഈ ഒരു താപം വർദ്ധിക്കുന്നത്, അതായത് ഉഷ്ണം വർദ്ധിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വരികയോ അല്ലെങ്കിൽ താഴോട്ട് പോവുകയോ ചെയ്താൽ മാത്രമായിരിക്കും ഈ 2-ാം തീയതി വരെ 2-ാം തീയതിക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തതിനാൽ തന്നെ ചിലപ്പോൾ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുന്നത് വരെ ഇത് തുടരും. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾ ഇപ്പോഴും ബസ്സിലൊക്കെ കയറാനുള്ള ആളുകളും മറ്റും ജോലിക്ക് പോകാൻ വരുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാഴ്ച 9 മണിക്ക് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ശക്തമായ വെയിൽ തന്നെയായിരിക്കും ഇവിടെ. എന്തായാലും ആ സമയങ്ങളിൽ ആളുകൾക്ക് ഇപ്പം അല്പസമയം മുമ്പ് നമ്മളോട് ഒരു കണ്ടക്ടർ സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഈ ഉച്ച സമയത്തൊന്നും ആളുകൾ ഉണ്ടാവില്ല, ഉച്ച സമയത്ത് ബസ്സുകളിൽ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിൽ അത്രത്തോളം ചൂടാണ്. AC വാഹനങ്ങൾ, AC ബസ്സുകളൊക്കെ കുറവാണ്. നമുക്കറിയാം, ലോ ഫ്ലോർ AC ബസ്സുകൾ ലോങ് സർവീസ് വളരെ അപൂർവമായി മാത്രമാണ് പാലക്കാട് നടത്തുന്നത്. ട്രെയിനിന്റെ അവസ്ഥ അത് തന്നെയാണ്. ട്രെയിനിൽ ആളുകൾ കുറവാണ്. AC മാത്രം കിട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ, AC ഇല്ലെങ്കിൽ പാലക്കാട് നിന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ വളരെ കുറവായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഇതിങ്ങനെ തുടരുകയും ഇനിയും കൂടുതൽ താപനില ഉയരുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഭിലാഷ്. റൈറ്റ്. എന്തായാലും കേരളം ഒന്നടങ്കം ചുട്ടുപൊള്ളുന്ന സാഹചര്യമാണുള്ളത്. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൽകാനാകുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച്
കുട്ടികൾക്ക് അവധി സമയമാണ് എങ്കിൽ പോലും വേനൽക്കാല പഠന ക്ലാസ്സുകളും ഒക്കെ പലരും നടത്തുന്നുണ്ട്. അവിടേക്കടക്കം കുട്ടികളെ ഉൾപ്പെടെ വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യം കൂടിയാണ്. ഇങ്ങനെയാണ് പൊതു സാഹചര്യമെങ്കിൽ ഇപ്പോൾ തീരദേശത്തുള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് കേരള തീരത്ത് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നും സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ മുന്നറിയിപ്പുണ്ട്. ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, ഇതിനു മുമ്പ് അധികം കാലമായില്ല ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടാവുകയും തീരദേശവാസികൾ വലിയ ദുരിതത്തിലാവുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോഴിതാ വീണ്ടും മുന്നറിയിപ്പുണ്ട്. തീരദേശത്ത് അത്തരമൊരു ജാഗ്രതയുണ്ടോ? അതോടൊപ്പം ജനങ്ങൾ, പ്രത്യേകിച്ച് അവധിക്കാലമാണ്, കൂടുതൽ ആളുകൾ ബീച്ചിലേക്കൊക്കെ എത്തുന്ന, കടൽ കാണാൻ പുറപ്പെടുന്ന സമയമാണ്, അവർക്കടക്കം മുൻകരുതൽ നൽകുന്നുണ്ടോ? ഒരു കാരണവശാലും ബീച്ചിലേക്ക് പോകരുത്, വിനോദങ്ങൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. അഭിലാഷ്, നേരത്തെ പാലക്കാട് നിന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂട് തന്നെയാണ് വലിയ പ്രശ്നം. ഇത്തവണ ചൂട് അത് ഇത്തരത്തിൽ കള്ളക്കടൽ അടക്കമുള്ള പ്രതിഭാസങ്ങൾ ആവർത്തിച്ച് അതിനുള്ള അലേർട്ട് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ അതീവ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലും അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നതിനെ തുടർന്ന് അവിടെ ഉണ്ടാകുന്ന ചുഴലി, ആ ചുഴലിയാണ് വലിയ കാറ്റായി വീശി കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിലേക്ക് ആഞ്ഞു വീശുകയും കഴിഞ്ഞ സമയങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, അമ്പലപ്പുഴയിലെ പല ഭാഗങ്ങളിലും ഒപ്പം തന്നെ തൃക്കുന്നപ്പുഴയും പല്ലവയും അടക്കമുള്ള തീരദേശ ഗ്രാമങ്ങളിലേക്ക് ഒരു മുന്നറിയിപ്പും കൂടാതെ കടൽ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ കള്ളക്കടലിന്റെ പ്രതിഭാസം തന്നെ നമുക്കറിയാം ഒരു സൂചനയും നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരമൊരു കടൽ 1 മീറ്ററിന് മുകളിലോളം തിരമാലകൾ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ തിരമാലകൾ, നല്ല ഉയർന്ന തിരമാലകൾ വരുമ്പോൾ കടലിൽ സാധാരണ കടൽക്ഷോഭം പോലെ വലിയ ഒരു സൂചനകളൊന്നും തന്നെ നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഇതിനെ ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. ഒരു സൂചനയും ഒരു കാറ്റോ കോളോ ഒന്നുമില്ലാതെ കടൽ കയറി വരുന്ന ഒരു പ്രതിഭാസമാണ്. അതിന്റെ പ്രധാന കാരണം ഈ ചൂട് തന്നെയാണ്. ഈ അത്യുഷ്ണം ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതത്തിന്റെ ഫലമായാണ് ചുഴലി രൂപപ്പെടുകയും അത് പിന്നീട് സഞ്ചരിച്ച് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് നമ്മുടെ തീരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അലേർട്ട് ഇന്നും വന്നിട്ടുണ്ട്. ഇന്നും ഇതുപോലെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശമുണ്ട്. തീരദേശങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഭാഗങ്ങളിൽ ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, വേനലവധിയാണ്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പ് തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പലരും കുടുംബങ്ങളായി ഇപ്പോൾ വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ ഉൾപ്പെടെയുള്ള തീരങ്ങളിലേക്ക് എത്തുന്നവർ ജാഗ്രത പുലർത്തണം. ഇത്തരത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ, കടലിലേക്ക് ഇറങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആലപ്പുഴയിൽ പലയിടങ്ങളിലും പുറക്കാടടക്കമുള്ള ഇടങ്ങളിൽ കടൽ പുറകിലേക്ക് ഉൾവലിയുന്ന, മീറ്ററുകളോളം പുറകിലേക്ക് ഉൾവലിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആവർത്തിച്ചുണ്ടാകുകയും ചെയ്തു. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇതുമായി സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്, അതായത് ആവർത്തിച്ച് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാവേണ്ടതല്ല എന്നുള്ളതാണ്. റോസ്ബി വേവ് എന്നാണ് ആ ഒരു പ്രതിഭാസത്തെ പറയുന്നത്. ഇത്തരത്തിൽ കടൽ പുറകിലേക്ക് ഉൾവലിയുന്നത്. അപ്പോൾ കാലാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഈ അത്യുഷ്ണവും. ഒപ്പം തന്നെ ഇപ്പോൾ തീരദേശങ്ങളിലടക്കം അതിന്റെ ഒരു പ്രതിഫലനം ഈ കണ്ടുവരുന്നത്. എന്തായാലും അത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞ ശേഷം പിന്നീട് വരുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പോലെ കടൽ ഉൾവലിയിലോ അങ്ങനെ ഒരു കാര്യങ്ങളോ ആലപ്പുഴയുടെ തീരങ്ങളിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ മറ്റു തീരങ്ങളിലും നമുക്ക് ഇപ്പോൾ അത്തരം അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും കരുതി ഇരിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. തീരദേശ മേഖലകൾ സൂക്ഷിച്ചിരിക്കുന്ന യാനങ്ങൾ അടക്കമുള്ളവ സുരക്ഷിതമായി മാറ്റണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഭാഗ്യവശാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയോ തിരമാലകൾ അടിച്ചു കയറുകയോ ഒന്നും ചെയ്ത സാഹചര്യമില്ലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ കടന്നു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഭിലാഷ്, തീർച്ചയായും ജാഗ്രത പാലിക്കേണ്ട സമയം തന്നെയാണ്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയ സമയങ്ങളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായില്ല. അതുപോലെ തന്നെ പ്രതിസന്ധികളില്ലാതെ ഒഴിഞ്ഞു പോകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അത് പ്രതീക്ഷകൾ മാത്രമാണ്. മുൻകരുതലും ജാഗ്രതയും പുലർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. EP ജയരാജനെ സംരക്ഷിക്കുന്ന CPM നിലപാടിനെതിരെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നിട്ടുണ്ട്. ആ വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. പ്രീ-ഡിഗ്രി ഒരാൾ വരുമ്പോൾ അങ്ങയുടെ മകന്റെ ഫ്ളാറ്റിലേക്ക് അതൊന്ന് മുഖ്യമന്ത്രിയെങ്കിലും അറിയിക്കണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ആരൊക്കെ വരുന്നുണ്ട്, മുഖ്യമന്ത്രിനെ അറിയിക്കണ്ടേ? എന്താ വിഷയമുള്ളത്?
ഒരാൾ വഴിപോകുന്ന അവസരത്തിൽ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. ഞാനിവിടെ കേരളത്തിൽ അവരുടെ BJPയുടെ ഒരു ഇതായിട്ടെന്തോ പ്രത്യേക ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നു. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് പരിചയപ്പെടുന്ന വേണ്ടി മാത്രം ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? എന്നെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? മറ്റാരോടെങ്കിലും പറയേണ്ട കാര്യം എന്താ? ഞാനത് പലരും കാണാൻ വരുന്ന കൂട്ടത്തിൽ ഒരാൾ കാണാൻ വന്നു, പരിചയപ്പെട്ടു, പോയി. അത്ര തന്നെ, അത് തീർന്നു. പിന്നെ വേറെന്താ ഉണ്ടായത്? ഇതിനുശേഷം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഈ വാർത്തയൊക്കെ പുറത്തു വന്നതിന് ശേഷം? അല്ല, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ആവശ്യത്തിന് സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന എത്ര ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഇത് സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ള നിയമപരമായ കാര്യങ്ങളും പിന്നെ ഇത് സംബന്ധിച്ച പരാതികളും ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. അന്വേഷണം ആവശ്യപ്പെടും സർക്കാരിനോടും? തീർച്ചയായും. കാരണം ഇത് ഒന്നുമില്ലാത്തൊരു കാര്യം വിളിച്ചു പറഞ്ഞ് പിന്നെ പറയില്ലേ. ഞാനുമായിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലാത്തൊരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഞാനുമായി സംസാരിച്ചിരിക്കുന്നു, 3 വട്ടം സംസാരിച്ചിരിക്കുന്നു ഞാനെന്ത് ഡൽഹിയിലെ ഹോട്ടലിൽ പോകുന്നു? എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ മാധ്യമക്കാർ പരിശോധിച്ചോ? ഞാൻ പറയുന്നത്, നിങ്ങൾ മാധ്യമക്കാർ 2-3 ആളെ ചുമതലപ്പെടുത്തി ആ സ്ത്രീയെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ സ്ത്രീയെ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണല്ലോ. ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിനൊന്നും ആ സ്ത്രീ ഇല്ല. അതുകൊണ്ട് അതിലൊന്നൊക്കെയൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പരിശോധിക്കും. മകന്റെ പേരുമൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ കൊച്ചിയിലൊരു ഹോട്ടലിൽ ഒരു കല്യാണത്തിന് എന്റെ മകൻ പോയി. അപ്പോൾ അവിടെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താന്ന്. അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് പരിചയമൊന്നുമില്ല, ഈ സ്ത്രീ വന്നിട്ട് ജയരാജന്റെ മകനാണല്ലേ എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെ 2-3 വർത്താനെന്തോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ തരുമെന്ന് നമ്പർ കൊടുത്തു. ആ നമ്പർ കൊടുത്തതിന് ശേഷം ആ സ്ത്രീ ഇവനോട് വിളിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് കൊടുത്തു. ഇവൻ വിളിച്ചിട്ടില്ല. കണ്ണൂർ ചെറുകുന്നിൽ കാറും ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 5 പേരും കാർ യാത്രക്കാരാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജുവാണ് ചേരുന്നത്. ബൈജു, ഇന്നലെ രാത്രിയാണല്ലോ അപകടം സംഭവിച്ചത്. ഈ അപകടത്തിന്റെ കാരണം, ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ബൈജു, ഈ അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? ഒരു ലോറിയെ മറികടക്കുന്നതിനിടയിൽ എതിരെ വരികയായിരുന്ന ടാങ്കർ ലോറിയിൽ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഈ മറികടക്കാൻ ശ്രമിച്ച ലോറിയും പിറകിൽ അടിച്ചു. അതാണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടാവാൻ കാരണം എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ കാറ് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 4 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് മരണപ്പെട്ടത്. കരുവള്ളൂർ പുത്തൂർ സ്വദേശികളായ കൃഷ്ണൻ, മകൾ അജിത, ഭർത്താവ് ചൂരിക്കാട്ട് കമ്മാടത്തെ സുധാകരൻ, അജിതയുടെ സഹോദരന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത്. എന്തായാലും ഇവരുടെ മകനെ കോഴിക്കോട്ടുള്ള ഒരു കോച്ചിങ് സെന്ററിൽ കൊണ്ടുവിട്ടതിന് ശേഷം മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ എതിരെ വരികയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറി, അമിത വേഗതയിലായിരുന്നു ആ ഗ്യാസ് ടാങ്കർ ലോറിയും. അതുപോലെ തന്നെ ഈ കാറും അമിത വേഗതയിലാണെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അതാണ് ഇത്രയും വലിയ ഒരു ഇടി ഉണ്ടാകാൻ സാഹചര്യമുണ്ടായത്. ഏതായാലും മണിക്കൂറുകളോളം എടുത്ത് കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി പുറത്തെടുത്തത്. നാട്ടുകാരെല്ലാം ആ സംഭവ സമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു. വലിയ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടതുകൊണ്ട് ആശുപത്രിയിൽ എത്താൻ അല്പം വൈകി. ഏതായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. വൈകിട്ടോടുകൂടി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്. റൈറ്റ്, കണ്ണൂരിൽ നിന്നുമുള്ള അപകടത്തിൻ്റെ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. എങ്കിൽ കോഴിക്കോട് ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകം വലിയ വാർത്തയായിരുന്നു. ആ കൊലപാതകത്തിലെ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളയിൽ സ്വദേശി ധനേഷാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ വെട്ടിക്കൊന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ ശ്രീകാന്തും മറ്റ് കേസുകളിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ കാരണം എന്നതിൽ വ്യക്തത കൈവന്നിരുന്നില്ല. ഇപ്പോൾ പോലീസിന് എന്തായിരുന്നു ഈ കൊലപാതക കാരണം എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ?
പ്രഭുരാജ് വധക്കേസിലടക്കം പ്രതിയായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലെ വ്യക്തിവൈരാഗ്യമാണോ അല്ലെങ്കിൽ പ്രതികാരം തീർക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണോ ഈ കൊലയ്ക്ക് പിന്നിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നതെന്ന്. വെള്ളയിൽ സ്വദേശി തന്നെയായ NP ധനേഷ് എന്നയാളെ 33 വയസ്സുള്ളയാളെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. തന്റെ അമ്മയോട് ഈ മരിച്ച ശ്രീകാന്ത് അപമര്യാദയിൽ പെരുമാറി ഇതിന്റെ പ്രതികാരം നിമിത്തമാണ് ഇത്തരമൊരു കൃത്യം താൻ നടത്തിയതെന്നാണ് ഇയാൾ പറയുന്നത്. ഈ കൊല്ലപ്പെടുന്നതിന് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ വെട്ടിപ്പരിക്കേറ്റ് മരിച്ച നിലയിൽ ഈ ശ്രീകാന്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിൽ ഏതാണ്ട് 18 വെട്ടുപാടുകളടക്കം 34 മുറിവുകളുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയിക്കുകയും ചെയ്തത്. ഈ മരിച്ചതിന് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന് 2 ദിവസം മുമ്പ് ശ്രീകാന്തിന്റെ ഒരു ഓട്ടോറിക്ഷ മരിച്ചിടുന്ന ഓട്ടോറിക്ഷയ്ക്ക് സമീപം ഒരു കാർ കത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ കാർ കത്തിച്ചതും താൻ തന്നെയാണ് എന്ന് ധനേഷ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ ഒഴിച്ചായിരുന്നു ഈ കാർ കത്തിച്ചത്. കാറിനുള്ളിൽ ഈ സമയത്ത് ശ്രീകാന്ത് ഉണ്ടായിരുന്നു എന്ന കണക്കൂട്ടലിലാണ് ഇത്തരമൊരു കൃത്യം ചെയ്തത്. എന്നാൽ അന്ന് ശ്രീകാന്ത് രക്ഷപ്പെടുകയായിരുന്നു. മിക്കവാറും വീട്ടിനുള്ളിൽ കിടന്നുറങ്ങാതെ ശ്രീകാന്ത് ഓട്ടോറിക്ഷയിലും കാറിലുമൊക്കെയാണ് കിടന്നുറങ്ങുന്നതെന്ന് ഇതിനെക്കുറിച്ച് പ്രതിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം കാർ കത്തിക്കുകയും പിന്നീട് ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങിയപ്പോൾ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പല രീതിയിലും പോലീസ് കൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു. പല വ്യക്തികൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഒടുവിലാണ് വെള്ളയിൽ സ്വദേശിയായ ആൾ തന്നെയാണ് ഇത്തരമൊരു കൃത്യത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിശദാംശങ്ങൾ കേസിൻ്റേത് വിശദീകരിക്കുന്നതിനായി 11 മണിക്ക് കമ്മീഷണർ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അഭിലാഷ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തായിരുന്നു ഈ കൊലയ്ക്ക് പിന്നിൽ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരും. ഇനി നമ്മൾ തീർച്ചയായും രാഷ്ട്രീയ വാർത്തകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒപ്പം നിന്നുവെങ്കിലും വിഷയം കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷമാകും നടപടിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. CPIയുടെ അതൃപ്തിയും നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് EP-ക്ക് ഒപ്പം നിന്നതോടെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് ജയരാജന്റെ കൂടിക്കാഴ്ചയെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ശോഭാ സുരേന്ദ്രന് എതിരെ EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയക്കും. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ആവശ്യം. ദല്ലാൽ നന്ദകുമാറിനും K സുധാകരനും വക്കീൽ നോട്ടീസ് അയക്കും. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് നടപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരും. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളവരിൽ ഒന്ന് MM ഹസൻ ആണ്. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് പിണറായി വിജയന്റെ അനുമതിയോടെയാണ് എന്നാണ് ഹസൻ പറഞ്ഞത്. നമുക്ക് ആദ്യം ഹസന്റെ വാക്കുകൾ പരിശോധിക്കാം. ഉണ്ടാകണമെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കണമല്ലോ. അത് ഗോവിന്ദൻ മാഷയുടെ വാക്കുകളിൽ കൂടെ തന്നെ പുറത്തു വന്നപ്പോൾ ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പാണെന്നും ശൈലജ ടീച്ചറുടെ പരാജയം CPM സംസ്ഥാന സെക്രട്ടറി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞത് ആദ്യമായിട്ടാണ്, ഞങ്ങൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പുണ്ടായ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ CPM BJP ഡീലിനെയും അന്തർധാരയെയും കുറിച്ച് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യമായിട്ടാണ് ഗോവിന്ദൻ മാഷ് ഒരു നിയോജക മണ്ഡലത്തിൽ BJPയും UDFും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്നത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ പുറത്തു വന്നപ്പോൾ. എന്തായാലും വടകരയിൽ ഗോവിന്ദൻ മാഷുടെ അഭിപ്രായ പ്രകടനത്തിലൂടെ LDFന്റെ പരാജയം അദ്ദേഹം സമ്മതിച്ചു. ഇത്തരം ഡീലിന്റെ തുടർച്ചയാണ് EP ജയരാജനിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് ഹസൻ പറയുമ്പോൾ EP ജയരാജനെ തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം മൊത്തം കത്തുമെന്നാണ് K സുധാകരൻ പ്രതികരിച്ചത്. ഞാൻ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ CPM റൈറ്റ്, ഇതാണ് സുധാകരന്റെ പരാമർശം. അരുൺ, അതായത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകില്ല എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം കുറച്ചുകൂടി ഗൗരവത്തോടെ വിഷയത്തെ കാണുന്നു എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്ത് നിന്ന് ലഭിച്ച ആനുകൂല്യം ഒരുപക്ഷെ ഈ പ്രതിപക്ഷ ആരോപണങ്ങൾ കൂടി കടുക്കുന്ന പശ്ചാത്തലത്തിൽ EP-ക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ?
സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്നലെ വിഷയം ചർച്ച ചെയ്തത്. ഇപിയുടെ ഘടകം കേന്ദ്ര കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി ഇത് പരിശോധിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇപിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നു എന്ന് പരസ്യമായി പറയാൻ യോഗത്തിൽ പല ചർച്ചകളും വന്നുവെങ്കിലും അതിനപ്പുറത്തേക്ക് ഇപിയെ തള്ളിപ്പറയാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. ഇപിയുടെ ഭാഗത്ത് ചില ജാഗ്രതക്കുറവുണ്ടായി. അത് കൂട്ടുകെട്ടുകളുടെ കാര്യത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞ അതേ നിലപാടാണ് സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത്. അത് അടിയന്തരമായി തിരുത്താൻ ഇപിക്ക് പാർട്ടി നിർദ്ദേശം നൽകി. അത്തരം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. മാത്രവുമല്ല ഈ ആരോപണങ്ങൾക്കെതിരെ ആരൊക്കെ ആരോപണം ഉന്നയിച്ചു അവർക്കെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപി ഇന്ന് ശോഭാ സുരേന്ദ്രൻ ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയക്കുന്നത്. മറ്റു കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറിനും എതിരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും വൈകാതെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നാണ് ഇപിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അത് അധികം വൈകാതെ അത് ഉണ്ടാകും. മറ്റൊന്ന് കേന്ദ്ര നേതൃത്വം വിഷയം സ്വാഭാവികമായും ചർച്ച ചെയ്യും. അത് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ അതായത് ഇപ്പോൾ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നത് നിർദ്ദേശമായിരുന്നു, പാർട്ടിയുടെ നിർദ്ദേശം ആണ്. അതിനപ്പുറത്ത് ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ തീരാവുന്ന ഒന്നാണോ ഈ വിവാദം? നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ ആരോപണം വെറും പൊളിയായിരുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നിയമ നടപടികൾക്ക് പാർട്ടി ഇപിക്ക് നിർദ്ദേശം നൽകിയത്. അങ്ങനെ ഒരു കാര്യം ഇപി ജയരാജൻ ബിജെപിയിലേക്ക് പോകാനോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ നടത്തിയെന്ന് സിപിഎം നേതൃത്വം കരുതുന്നില്ല. പക്ഷേ അതിലേക്ക് ഇപി എത്തിച്ചത് ദല്ലാൽ നന്ദകുമാർ പോലുള്ള ഷെയ്ഡി ക്യാരക്ടേഴ്സുമായുള്ള ബന്ധമാണ്. നേരത്തെയും അത്തരം ചില ബന്ധങ്ങളുടെ പേരിൽ സിപിഎം ഇപിയോട് ജാഗ്രത കാട്ടണമെന്ന് ഔദ്യോഗികമായും അനൌദ്യോഗികമായും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് മറികടന്നും ഇപി അത്തരം കൂട്ടുകെട്ട് തുടർന്നു. അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. അതിനപ്പുറത്തേക്ക് ഇപി ജയരാജൻ സിപിഎം വിട്ട് ബിജെപിയിലേക്ക് പോകുമെന്ന് സിപിഎം നേതൃത്വത്തിൽ ആരും കരുതുന്നില്ല. നിയമ നടപടി നടക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നൊരു നിലപാടിലേക്ക് എത്താം. അങ്ങനെ ഒരു വിശ്വാസം അണികൾക്ക് വലിയ ആശങ്കയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി ഇപി ജയരാജൻ നേതാവ് ബിജെപി നേതാവുമായി ചർച്ച നടത്തുമ്പോൾ അത് അണികൾക്കും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയുണ്ട്. സിപിഐ നേതൃത്വം ഇടതുമുന്നണി യോഗത്തിൽ വിഷയം ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മുന്നണി കൺവീനർക്കെതിരെയാണ് ഈ ആരോപണം ഉയർന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വ്യക്തത വേണം എന്നൊരു ആവശ്യം സിപിഐ നേതൃത്വവും സ്വീകരിച്ചിട്ടുണ്ട്. സിപിഎം തീരുമാനമെടുത്താൽ സിപിഐ കടുത്തൊരു നിലപാടുമായി രംഗത്ത് വരാൻ സാധ്യതയില്ലെങ്കിൽ പോലും മുന്നണി യോഗത്തിൽ ഇത് സിപിഐ ഉന്നയിക്കും. അത്തരം ചർച്ചകൾ ഇന്നലെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള മറ്റു ഘടകകക്ഷി നേതാക്കളും ഇപിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നൊരു വിലയിരുത്തലിലേക്ക് പരാമർശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളുണ്ടാകും. ഇപിയുടെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിയാകും ഏത് തരത്തിലും നടപടി ഇപിക്കെതിരെ എടുക്കണം, താക്കീതോ അല്ലെങ്കിൽ ഇപി ഈ സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ച പോലെ ജാഗ്രത കുറവുണ്ടായി ആ ജാഗ്രതയുടെ പെരുമാറണമെന്ന ഉപദേശ രൂപത്തിലുള്ള തീരുമാനം മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ കണ്ടറിയണം. ഏതായാലും കേന്ദ്ര കമ്മിറ്റി ഇത് പരിശോധിക്കും. അവിടെയാകും ഇപിയുടെ കാലത്ത് കൂടുതൽ തീരുമാനമുണ്ടാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റൈറ്റ്. അതായത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിച്ച ആനുകൂല്യം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ ഉണ്ടായ തർക്കം. ഈ തർക്കത്തിൽ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാത്ത പോലീസ് നീക്കത്തിൽ അതിശക്തമായ പ്രതിഷേധം ആണ് ഉണ്ടാകുന്നത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുണ്ട്. KSRTCയിലെ കോൺഗ്രസ് സംഘടനയും പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കുകയാണ്. വി അരുൺ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഇതിൽ മേയർ നൽകിയിട്ടുള്ള പരാതിയിന്മേൽ നടപടി ആരംഭിച്ചു എന്ന് വേണമല്ലോ അനുമാനിക്കാൻ. അതുകൊണ്ടാണല്ലോ ഡ്രൈവറോട് ജോലിക്ക് വരേണ്ടതില്ല, ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതേസമയം മേയർ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങൾ തെറ്റാണ് എന്നത് വ്യക്തമാണ്. വാഹനത്തിന് മുന്നിൽ കാർ കൊണ്ടു നിർത്തുകയും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കാർ മാറ്റി പാർക്ക് ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത് എന്നതായിരുന്നു മേയറുടെ വാദമെങ്കിൽ അങ്ങനല്ല. സിഗ്നൽ ഉള്ള സ്ഥലത്ത് ഒട്ടേറെ സമയം വാഹനത്തിന് മുന്നിൽ കാറ് പാർക്ക് ചെയ്യുന്നത് കാണാം. കാർ ശരിക്ക് മുന്നിൽ തന്നെ തടസ്സം സൃഷ്ടിച്ച് നിർത്തിയതുമാണ്. ഇതിലിപ്പോൾ സ്വാഭാവികമായും രണ്ടിലും നടപടി ഉണ്ടാകേണ്ടതാണ്. ഒരു പക്ഷേ അശ്ലീല പരാമർശം നടത്തിയെങ്കിൽ അതാണ് കൂടുതൽ ഗൗരവമുള്ളത്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഇങ്ങനെയല്ലല്ലോ അതിനെ ചോദ്യം ചെയ്യേണ്ടത് എന്ന നിരീക്ഷണം പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറുടെ പരാതിയിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യം തുടരുമോ? ഏത് തരത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്? അഭിലാഷ്, ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയത്തിന്റെ ശരിതെറ്റുകൾ എന്തായാലും മേയർക്കെതിരെ തന്നെയാണ് സംസ്ഥാന സർക്കാർ. ഇന്നലെ സിപിഎം സംസ്ഥാന സെക്രട്ടറി അത് വ്യക്തമാക്കിയതാണ്. മേയറുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഇത്തരം
വാഹനം തെറ്റായി ഓടിക്കുമ്പോൾ, അപകടകരമായി ഓടിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകാം. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിട്ട് നിവേദനത്തിന് സംസ്ഥാന സർക്കാരും CPM ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ മേയർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് മേയർക്കെതിരെയുള്ള പരാതിയിൽ ഇതുവരെയും പോലീസ് കേസെടുക്കാത്തത്. സ്വാഭാവികമായും കേസെടുക്കണമെങ്കിൽ, ഡ്രൈവറുടെ പരാതി പ്രകാരം കേസെടുക്കണമെങ്കിൽ അത് KSRTC വാഹനം തടഞ്ഞു നിർത്തി സർവീസ് മുടക്കി എന്ന പരാതിയാണ്. KSRTCക്കെതിരെയുള്ള അത്തരം നടപടികൾ ക്രിമിനൽ ഒഫൻസാണ്, ക്രിമിനൽ കുറ്റമാണ്. മേയർക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കേണ്ടി വരും. അതുകൊണ്ടുകൂടിയാണ് ആ രീതിയിലേക്ക് സർക്കാർ പോകാത്തത്, പോലീസും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പരിശോധിക്കാത്തത്. മേയറും അതുപോലെ തന്നെ ഡ്രൈവറും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ, പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തെളിവുകൾ CCTV നടക്കം ലഭിക്കേണ്ടതുണ്ട്. KSRTC ബസ്സിനുള്ളിൽ തന്നെ ഈ വിവാദത്തിൽപ്പെട്ട ഡ്രൈവർ ഓടിച്ച ബസ്സിനുള്ളിൽ നിന്ന് തന്നെ ദൃശ്യങ്ങൾ ശേഖരിക്കാം. അത്തരം നടപടികളിലേക്കും പോലീസ് വൈകാതെ കടന്നേക്കുമെന്നറിയുന്നു. അതിനപ്പുറത്തേക്ക് മേയർക്കെതിരെ ഉടനൊരു കേസെടുക്കാനോ നടപടിയിലേക്ക് പോകാനോ സാധ്യതയില്ല. ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹം താൽക്കാലിക ജോലിയുള്ളയാളാണ്, സ്ഥിരം ജോലിക്കാരന്റെ KSRTC. അദ്ദേഹത്തെ ഇന്നലെ മുതൽ വാഹനം ഓടിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിന് കാരണം ഈ KSRTC വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ റിപ്പോർട്ട് വന്ന ശേഷമാകും ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ തീരുമാനമെടുക്കുക. ഏതായാലും മേയറുടെ പരാതിയിൽ കേസെടുക്കുകയും മേയർക്കെതിരെയുള്ള പരാതിയിൽ കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. KSRTCയുടെ ജീവനക്കാരുടെ സംഘടന, കോൺഗ്രസ് സംഘടന TDF വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. TDFന്റെ കൂടി ഇടപെടൽ ഭാഗമായാണ് പരാതിയുമായി മുന്നോട്ട് പോകാനും യദു തീരുമാനിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ പ്രതിഷേധം ഇന്നുണ്ടാകും. യൂത്ത് കോൺഗ്രസ് മേയറുടെ ഓഫീസിന് മുന്നിൽ ഇന്ന് പ്രതിഷേധിക്കുകയാണ്. നോ ഓവർടേക്കിംഗ് എന്ന ഫ്ലക്സുകളുമായി അവിടെ പ്രതിഷേധിക്കാനാണ് തീരുമാനം. മേയർക്കെതിരെ കോൺഗ്രസിന്റെ കൂടുതൽ സമരപരിപാടികളും ഉണ്ടാകും. റൈറ്റ്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് തുടർച്ചയ്ക്ക് സാധ്യതയുള്ള 2 വാർത്തകൾ ആണ് VV അരുൺ പങ്കുവച്ചത്. അതേസമയം വടകര നിയോജക മണ്ഡലത്തിലെ വോട്ടെടുപ്പ് കാലതാമസത്തിൽ കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പോളിംഗിലെ മെല്ലെപ്പോക്ക് എന്നാണ് ആരോപണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും അനീഷ് കുമാർ തന്നെയാണ് ചേരുന്നത്. അനീഷ്, ഈ ആരോപണം ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ, വോട്ടെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസ് അറിയിച്ചതാണ്, കോൺഗ്രസിന്റെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്. ഇപ്പോഴും അങ്ങനെയൊരു സാധ്യത, അതായത് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉൾപ്പെടെയുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ നീക്കം? തീർച്ചയായും ഈ 2 മുന്നണികളും സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിലുള്ള വിജയം അവകാശപ്പെടുമ്പോഴും ഉള്ളിൽ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. കോൺഗ്രസ് പോളിംഗ് ദിനത്തിൽ തന്നെ 2 പരാതികളുമായാണ് രംഗത്തെത്തിയത്. ഒന്ന്, കോൺഗ്രസിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ UDFന് സ്വാധീനമുള്ള മേഖലകളിൽ പോളിംഗ് മെല്ലെ പോകുന്നു എന്നതും ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ച് വോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നു എന്നതുമാണ്. പക്ഷേ ആദ്യഘട്ടത്തിലെ വോട്ടിംഗ് പിന്നിട്ട ശേഷം രാത്രി 11:43 അവസാന പോളിംഗ് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവസാന വോട്ട് രേഖപ്പെടുത്തിയത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് സ്വാധീന മേഖലകളിൽ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ പോളിംഗ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ CPMന് സ്വാധീനം കൂടുതലുള്ള കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളായ തലശ്ശേരി അടക്കമുള്ള ഇടങ്ങളിലാണ് താരതമ്യേന കുറവ് പോളിംഗ് മറ്റിടത്തേക്കാൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് കോൺഗ്രസ് സ്വാധീന മേഖലകളിലാണ് പോളിംഗ് കുറഞ്ഞത് എന്ന വാദം അവസാന സമയം നിലനിൽക്കാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ കൃത്യമായും പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരു പക്ഷപാതം കാണിക്കുകയും കോൺഗ്രസ് സ്വാധീന മേഖലകളിൽ വോട്ട് മെല്ലെപ്പോക്ക് നടത്തുന്നതിനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ UDFന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് മുഴുവൻ പ്രവർത്തകരെയും അല്ലെങ്കിൽ മുഴുവൻ അണികളെയും പോളിംഗ് സ്റ്റേഷനുകളിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കുന്നതിനാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തന്നെ പരാതി നൽകാൻ ഒരുങ്ങുന്നതെന്ന് അവർ പറയുന്നു. ഒപ്പം ഈ വർഗീയ ധ്രുവീകരണത്തിന് CPM മണ്ഡലത്തിൽ ശ്രമിച്ചു എന്ന ഒരു ആരോപണം ഉന്നയിച്ച് CPMനെതിരെ ഒരു പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും നടത്തുന്നുണ്ട്. എന്തായാലും വടകരയിലെ പോരാട്ടം കഴിഞ്ഞെങ്കിലും ഇരുപക്ഷവും തമ്മിലുള്ള വീറും വാശിയോടെയുമുള്ള സൈബർ യുദ്ധം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ചും ശൈലജ ടീച്ചർക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ വർഗീയത ചാർത്തിയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മറുവശത്ത് ടീച്ചറെ കാഫിർ എന്ന് വിളിച്ചു പോലും അവസാന നിമിഷം വോട്ട് തേടാൻ UDF ശ്രമിച്ചു എന്നാണ് LDFന്റെ ആരോപണം. താൻ വർഗീയതയോട് ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ല, തന്നെ വർഗീയ ചാപ്പ് കുത്താനുള്ള നീക്കങ്ങളാണ് LDF നടത്തുന്നതെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലും ഇന്നലെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ചുരുക്കത്തിൽ വടകരയിലെ പോളിംഗ് സ്റ്റേഷനിൽ ആളുകൾ എത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചെങ്കിൽ പോലും സൈബർ യുദ്ധവും ഒപ്പം നേതാക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള വാക്പോരും തുടരുകയാണ്. എന്തായാലും മത്സര ഫലത്തെ സംബന്ധിച്ച് ഇരു കൂട്ടർക്കും ആത്മവിശ്വാസമുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകളുടെ ഏകോപനം മണ്ഡലത്തിൽ നടന്നിരിക്കാമോ എന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. ഈ യുദ്ധം
വരും ദിനങ്ങളിലും ഒരു പ്രചാരണ പരിപാടികളായി ഇരുപക്ഷവും മുന്നോട്ട് പോകുമ്പോൾ തുടരാൻ തന്നെയാണ് സാധ്യത. ആരോപണത്തിനപ്പുറത്ത് രേഖാമൂലമുള്ള പരാതിയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. ഇനി ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ JDS കോർ കമ്മിറ്റി യോഗം ഇന്ന് ഹുബ്ബള്ളിയിൽ ചേരുന്നുണ്ട്. അശ്ലീല വീഡിയോ വിവാദത്തിൽ വെട്ടിലായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നടപടി ചർച്ച ചെയ്തേക്കും. പ്രജ്വലിനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് പാർട്ടി ആലോചിക്കുന്നത്. ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം ആണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണല്ലോ ഈ വിവാദം ഉയർന്നു വന്നിട്ടുള്ളത്. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി മുന്നിലില്ലേ? എന്തായാലും കൃത്യമായൊരു നടപടി എടുക്കേണ്ട പശ്ചാത്തലമല്ലേ? മുഖം രക്ഷിക്കാനെങ്കിലും നടപടിയില്ലാതെ മുന്നോട്ട് പോകാനാകുമോ? അഭിലാഷ്, തീർച്ചയായും 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് കർണാടകത്തിൽ നടക്കുന്നത്. അതിൽ 2ാം ഘട്ടത്തിൽ കേരളത്തിനൊപ്പം 14 മണ്ഡലങ്ങൾ വിധി എഴുതി. ഇനി 3ാം ഘട്ടത്തിൽ മെയ് 7-ാം തീയതിയാണ് 3ാം ഘട്ടം. 3ാം ഘട്ടത്തിൽ അടുത്ത 14 മണ്ഡലങ്ങൾ കൂടി വിധി എഴുതും. ഏതായാലും കർണാടകത്തെ ഇപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോ തന്നെയാണ്. ഇതാണിപ്പോൾ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് BJP JDS സഖ്യത്തെ. കാരണം ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചു. 1ാം ഘട്ട വോട്ടെടുപ്പ് കർണാടകത്തിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. കോൺഗ്രസും മഹിളാ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, പ്രത്യേക അന്വേഷണ സംഘം ഈ സംഭവം അന്വേഷണം ആരംഭിക്കുകയും ഈ വീഡിയോയിലുള്ള 4 യുവതികളുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഹാസനിൽ 26-ാം തീയതിയായിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് പോയിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്കും നിലവിൽ സാധ്യതയുണ്ട്. മാത്രവുമല്ല, പാർട്ടിയിലെ 19 MLA-മാരിൽ ഭൂരിഭാഗം പേരും പ്രജ്വലിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ ദേവഗൌഡയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ HD കുമാരസ്വാമി പ്രജ്വലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുമാരസ്വാമിയുടെ ജ്യേഷ്ഠനും പ്രജ്വൽ രേവണ്ണയുടെ അച്ഛനുമായ HD രേവണ്ണ മകനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. കാരണം പഴയ വീഡിയോയാണ്, 4 വർഷം മുമ്പുള്ള വീഡിയോ ആണ് തുടങ്ങിയ ന്യായീകരണമാണ് HD രേവണ്ണ ഉയർത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, രേവണ്ണയ്ക്കെതിരെയും സമാനമായ രീതിയിലുള്ള ആരോപണം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹുബ്ബള്ളിയിലാണ് നിർണായകമായ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ സസ്പെൻഷനോ പുറത്താക്കലോ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് സൂചന. ഏതായാലും അന്തിമ തീരുമാനം HD ദേവഗൌഡയെ തന്നെയായിരിക്കും. പക്ഷേ നടപടി വേണമെന്നൊരു ആവശ്യം പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും ഒപ്പം തന്നെ സഖ്യകക്ഷിയായി BJPയും ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വലിയ നേട്ടം BJP പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനത്ത് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറരുത്, പ്രചാരണ വിഷയമായി മാറരുത് എന്ന് JDSനെ BJP ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വാർത്ത കൂടി പരിശോധിക്കേണ്ടത് രാകേഷ്. അമേഠിയിലും റായ്ബറേലിയിലും പത്രിക സമർപ്പിക്കാൻ ഇനി 3 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇന്നോ നാളെയോ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് തന്നെ ചേരുന്നുണ്ട്. രാഗേഷ്, ഇതിലിപ്പോൾ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അന്തിമ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണല്ലോ. 2 പേരുകളും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പേരുകൾ സജീവമാണ്. പക്ഷേ ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമായി. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ തീരുമാനം വൈകുന്നത് എന്നതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? അഭിലാഷ്, സാധാരണഗതിയിൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്ന 2 സീറ്റുകളാണ് അമേഠിയും റായ്ബറേലിയും. പക്ഷേ ഇത്തവണ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അനന്തമായി നീളുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 5ാം ഘട്ടത്തിലാണ് റായ്ബറേലിയിലെയും അമേഠിയിലെയും വോട്ടെടുപ്പ്. അതിന് 20-ാം തീയതി വോട്ടെടുപ്പ് നടക്കുമ്പോൾ മെയ് 3-ാം തീയതി, അതായത് 3 ദിവസം മാത്രം ബാക്കിയുള്ളത് പത്രികാ സമർപ്പണത്തിന്. ഏതായാലും ഇപ്പോഴും കോൺഗ്രസ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും പഞ്ചാബിലെ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പോഴും ഈ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനം എത്തിയിട്ടില്ല. ഏതായാലും ഇന്നോ നാളെയുമായി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും രാഹുൽ ഗാന്ധി മത്സരരംഗത്തുണ്ടാകും. അത് അമേഠിയിലായിരിക്കുമോ റായ്ബറേലിയിലായിരിക്കുമോ എന്ന കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത്. UP PCC ഏതായാലും അവരുടെ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. ഈ 2 പേരും മത്സരിക്കണം. ഈ 2 പേരും മത്സരിക്കുകയാണെങ്കിൽ വിജയ സാധ്യതയുണ്ട്, ഉറപ്പായും വിജയിക്കാൻ കഴിയും. അതല്ല, ഗാന്ധി കുടുംബത്തിന് പുറത്താണ് 2 സ്ഥാനാർത്ഥികൾ വരുന്നതെങ്കിൽ എന്നേക്കുമായി ഈ സീറ്റ് നഷ്ടപ്പെട്ടേക്കുമെന്ന ആശങ്കയും
UPPCCക്ക് ഏതായാലും നിലവിലുണ്ട്. നിലവിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനായി. അതുകൊണ്ട് തന്നെ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി. ഏതായാലും ഇന്ന് മധ്യപ്രദേശിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. നാളെ പ്രചാരണ പരിപാടികളൊന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രാഹുൽ നാളെ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അമേഠിയിലും റായ്ബറേലിയിലും പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ആണ് സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ച് കാത്തിരിപ്പ് നീളുകയാണ്. നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ഇന്ന് വിരമിക്കും. നാവികസേനയുടെ തലപ്പത്ത് എത്തിയ ആദ്യ മലയാളിയാണ് വിരമിക്കുന്നത്. വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി പകരം ചുമതലയേൽക്കും. 2021 നവംബർ 9 ആണ് ഹരികുമാർ നാവികസേനയുടെ മേധാവിയായി ചുമതലയേറ്റത്. 2021 നവംബർ 30 അഡ്മിറൽ കരിംബീർ സിംഗിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം ചുമതലയേറ്റു. പുതിയ ചുമതലക്കാരൻ വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ഉടൻ ചുമതലയേൽക്കും. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത ചടങ്ങിൽ ഖലിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിന് കനേഡിയൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ നടപടി. വിദേശകാര്യ മന്ത്രാലയമാണ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തിയത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ആണ് ചേരുന്നത്. സുവി, കടുത്ത അതൃപ്തി വിഷയത്തിൽ ഇന്ത്യ നേരത്തെ തന്നെ, അതായത് ഖലിസ്ഥാൻ അനുകൂലമായ നിലപാട് പലപ്പോഴും കാനഡയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന് അറിയിച്ചിട്ടുള്ള രാജ്യം ആണ് ഇന്ത്യ. അതിനിടയിലാണ് ഇപ്പോൾ ഈ പുതിയ സംഭവവികാസങ്ങൾ. അത് കൂടുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുമോ? അഭിലാഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ ഉരച്ചിലുകൾ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനയായി നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കും. കഴിഞ്ഞ ദിവസമാണ് ഈ ഖൽസ ഡേയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുക്കുന്നത്. അദ്ദേഹം പ്രസംഗിക്കാനായി വേദിയിലേക്ക് കയറുന്നതിനിടയിലാണ് ഈ ഖലിസ്ഥാൻ മുദ്രാവാക്യം ഉയരുന്നത്. അതിനുശേഷം പലതവണ ഇത്തരത്തിൽ മുദ്രാവാക്യം ഉയർത്തുകയുണ്ടായി. അതിനുശേഷം പിയറി പ്ലീവർ അദ്ദേഹം ഈ സ്റ്റേജിൽ കയറിയപ്പോഴും ഇത്തരത്തിലുള്ള മുദ്രാവാക്യമുണ്ടായി. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. കനേഡിയയിലെ ഡെപ്യൂട്ടി ഹൈ കമ്മീഷണറെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ ഒരു താക്കീത് എന്ന രീതിയിൽ വിളിച്ചു വരുത്തി ഇത് ശരിയായില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇത് വിഘടനവാദത്തിനും കൂടുതൽ പ്രശ്നങ്ങൾക്കും വഴിവെക്കും എന്നാണ് പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ഇത് സാരമായി ബന്ധിക്കും എന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും ഇന്ത്യയുടേത് നിലവിൽ ഒരു മുന്നറിയിപ്പ് മാത്രമായി നമുക്ക് കാണാം. ഇതുമായുള്ള കൂടുതൽ ചർച്ചകളും മറ്റും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അഭിലാഷ്, തീർച്ചയായും ഖലിസ്ഥാൻ വാദത്തെ അംഗീകരിക്കുന്ന രാജ്യം അല്ല ഇന്ത്യ. പ്രത്യേകിച്ച് ഖലിസ്ഥാനികൾ അത് വിഘടനവാദ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള നിലപാടാണ് ഇന്ത്യയുടേത്. അതിനിടയിലാണ് കാനഡ തുടർച്ചയായി ഖലിസ്ഥാൻ അനുകൂലമായ തരത്തിലുള്ള പ്രതികരണങ്ങൾ ആ രാജ്യത്ത് നിന്ന് അടക്കം ഉണ്ടാകുന്നത്. അതിൽ കടുത്ത പ്രതിഷേധം ഇന്ത്യ വീണ്ടും അറിയിച്ചിരിക്കുകയാണ്. ഇടവേള. ഈ അക്ഷയ തൃതീയയിൽ ഈ സ്ത്രീയുടെ കുറെ പടം ഇങ്ങോട്ട് അയക്കും. അപ്പൊ അത് കണ്ടപ്പോൾ ഇവന് തോന്നി ആ സ്ത്രീ ശരിയില്ല. പിന്നെ ഓൻ അതങ്ങ് ബ്ലോക്ക് ചെയ്തു. ഓൻ വിളിക്കാറുമില്ല, ഓനെ വിളിക്കാറില്ല. അല്ല, ഓൻ അങ്ങോട്ട് ഒരു കോള് പോലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഈ കുടുംബത്തോടാണ് ഇപ്പം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് തോന്നുന്നു. അതെ, ഇതെല്ലാം എന്താ വെച്ചാൽ എന്തോ ഒരു താല്പര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അത് പൂർണ്ണമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു, റിസോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ അടുത്തൊരു BJP നേതാവാണ് ഇതിലൊരു കാര്യത്തിൽ വരുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അയാള് ഇതുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. നമ്മൾ നെറ്റിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ലേ. ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് കമ്പനി ആക്ട് അനുസരിച്ച് ഇത് മുഴുവൻ നെറ്റിലില്ലേ. ആരാണ് കമ്പനിയുടെ ആള്, ആരാണ് ഇതിന്റെ ഉടമകൾ, എല്ലാം മനസ്സിലാവില്ലേ. അവിടെ ഞാൻ മുൻകൈയെടുത്ത് എന്റെ ഉപദേശ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കി അത് റൺ ചെയ്തു പോകുന്നു. അവർ ചികിത്സാ രംഗത്ത് സംവിധാനം ആരംഭിക്കുന്നു. അവർ 2-3 കമ്പനിയുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കിയെങ്കിൽ അതിലൊന്നും അവർക്ക് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രൊഫഷണലായിട്ട് നിരാമയക്കാരുമായിട്ട് അവർ ബന്ധപ്പെടുന്നത്. അവരുമായിട്ട് ഇവർ 2 കൊല്ലം മുമ്പാണ്
ഇപ്പോഴൊന്നുമല്ല അത്. അവർ 2-3 കൊല്ലം മുമ്പാണ് അത്. അതിന്റെ സ്റ്റാർട്ടിങ് ടൈം തന്നെയാണ് ചർച്ച ചെയ്ത് അവർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തുന്ന സമരം ഇന്നും തുടരും. വടക്കൻ മേഖല IG-യുമായി ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. ജില്ലാ പ്രോസിക്യൂട്ടറോട് നിയമോപദേശം തേടിയ ശേഷം റിപ്പോർട്ട് നൽകും എന്നാണ് IG അറിയിച്ചത്. ഡോക്ടർ പ്രീതിക്ക് എതിരായ റിപ്പോർട്ട് നൽകിയ ശേഷമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നാണ് അതിജീവിതയുടെ നിലപാട്. പീഡനത്തിന് ഇരയായ ശേഷം ഗൈനക്കോളജിസ്റ്റ് പ്രീതി താൻ പറഞ്ഞ കാര്യങ്ങൾ മൊഴിയിൽ രേഖപ്പെടുത്തിയില്ല എന്ന് അതിജീവിത ആരോപിക്കുന്നു. അണുബാധയെ തുടർന്ന് യുവതി മരിച്ചതിന് പിന്നാലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശിശുമരണവും. ആശുപത്രി അധികൃതർക്കെതിരെ അനാസ്ഥ ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തു വന്നു. തീരദേശങ്ങളിലടക്കം ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി. പക്ഷേ വണ്ടാനം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. പരാതിയിന്മേൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുമ്പോഴും അവിടെ മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അനീഷ് എന്ന ചെറുപ്പക്കാരനും കുടുംബവുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യത്തെ കുട്ടിയായിരുന്നു. കുട്ടീനെ നമ്മൾ 7.5 മാസ സമയത്താണ് കുഞ്ഞ് പ്രസവിക്കുകയുണ്ടായത്. എന്നായിരുന്നു പ്രസവം? ഇന്നിപ്പോൾ 5-ാം ദിവസമായി പ്രസവിച്ചിട്ട്, 5 ദിവസമായി. ഈ പ്രസവ സമയത്ത് കുഞ്ഞ് പിന്നെ കോംപ്ലിക്കേഷനാണ്. 7.5 മാസമായുള്ളൂ, വളർച്ചയില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് ചിലപ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഒപ്പിട്ട് സൈൻ ചെയ്തൊക്കെ വാങ്ങിച്ചിരുന്നു. അതായത് പിന്നെ ഈ 7.5 മാസത്തിലെ പ്രസവം എന്നുള്ള രീതിയിലാണ് പറഞ്ഞല്ലേ, പ്രീമച്യൂർ ആണെന്നുള്ള ഇതിലല്ലേ പറഞ്ഞത്? അതെ 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 അതെ. പ്രസവശേഷം കുട്ടിക്ക് എങ്ങനെയായിരുന്നു സാഹചര്യം? എത്ര വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു? കുഞ്ഞിന് 200-100 വെയിറ്റ് ഉണ്ടായിരുന്നു. വെയിറ്റ് ഒന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിന് ശ്വാസ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വയറിനൊക്കെ പിന്നീടൊരു ഈ അണുബാധ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതോ പാല് കുടിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ലാതെ ആ സമയത്ത് മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ, ഹൃദയ സംബന്ധമായ മറ്റു തകരാറുകളോ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ വളർച്ചക്കുറവുണ്ടല്ലോ, അതിന്റേതായ ബുദ്ധിമുട്ടുകൾ കുഞ്ഞിന്. 7-ാം മാസത്തിൽ ജനിച്ചതുകൊണ്ടുള്ള തീർച്ചയായും 7-ാം മാസത്തിൽ ജനിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട്, അത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ഓക്സിജന്റെ ഇതോടുകൂടി മാറുമെന്നാ പറയാം. പിന്നെ ഒരു കുറച്ച് ദിവസത്തോടെ മാറും. അത് നമുക്ക് മരുന്നിലൂടെ കുഞ്ഞിനെ വളർച്ച ഉണ്ടാക്കിയെടുക്കാമെന്നും പറഞ്ഞാണ് പറഞ്ഞിരുന്നത്. പിന്നീട് 2-3 ദിവസത്തേക്ക് കുഞ്ഞ് വെന്റിലേറ്റർ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്വാസം എടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഇതിന്റെ ഇത് കുറച്ചുകൊണ്ട്, ഓക്സിജന്റെ പവർ കുറച്ചുകൊണ്ട് കുഞ്ഞിന്റെ ശ്വാസം എടുക്കാൻ പറ്റുമെന്നവർ പറഞ്ഞു. എടുത്തെടുത്ത് ഇന്നലെ രാത്രിയോടെ അവർ പറഞ്ഞ് ഇത് മാറ്റാം, നമുക്ക് കുഴപ്പമില്ല. പിന്നെ കുഞ്ഞിന് വയറ്റിൽ നിന്ന് പോകുന്നൊരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞിരുന്നു. വയറ് വീർത്തിരിക്കുന്നു, അത് ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് കുഞ്ഞ് വയറ്റിൽ നിന്ന് പോവുകയും ചെയ്തു. പോയപ്പോൾ ഒരു പച്ച കളറെന്ന് പറഞ്ഞു. നമുക്ക് മരുന്ന് കൊടുക്കാം, ആന്റിബയോട്ടിക് കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്സിജൻ സപ്പോർട്ടൊക്കെ മാറ്റിയായിരുന്നു അല്ലേ? അതെ, മാറ്റിയായിരുന്നു. അപ്പൊ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ്. കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു മെയിൻ ഇഷ്യൂസ് ആയിരുന്നു. അത് മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സന്തോഷിച്ചു. കുഞ്ഞ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ, മാറ്റം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നീട് ഒരു 1-2 മണിക്കൂർ മുമ്പ് എന്നോട് രക്തസ്രാവം ഉണ്ടായെന്ന് പറഞ്ഞു. കുഞ്ഞിന് ഛർദിലുണ്ടായി, ബ്ലഡ് ഹോട്ടായിക്കൊണ്ടിരിക്കുകയാണ്, എന്തും സംഭവിക്കാന്നൊക്കെ എന്റെയൊക്കെ പറഞ്ഞു. പിന്നീട് വീണ്ടും ഓക്സിജൻ വെച്ചു. അതായത് ഈ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്ന ട്യൂബ് ആശുപത്രിയിൽ അവൈലബിൾ അല്ലായിരുന്നു? അല്ല, ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ കാസ്പോ അല്ലെങ്കിൽ പിന്നെ JSK പറഞ്ഞ സ്കീമൊക്കെ ഉണ്ട്, അമ്മയും കുഞ്ഞൊക്കെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ പതിച്ചിട്ട് അവിടുത്തെ സ്റ്റാഫന്മാർ പറയുന്നത് ഇത് എന്തിനാ പതിക്കുന്നത്, ഇത് പതിക്കുന്ന പേര് മാത്രമേ ഉള്ളൂ, മരുന്നില്ല. 14 സംതിങ് ആണ് ഈ മരുന്നിന്റെ വില, ഈ ട്യൂബിന്റെ വില. ഈ ട്യൂബ് എന്ന് വെച്ചാൽ നമ്മൾ പാവപ്പെട്ടവരാണ്, മനസ്സിലാളിയാണ്. എനിക്കിതൊന്നും പെട്ടെന്ന് പറഞ്ഞ് ഇന്ന് ട്യൂബ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവര് പറഞ്ഞത് ട്യൂബ് തന്നെ അല്ല, ഈ വെന്റിലേറ്റർ കിടക്കുന്ന സമയത്ത് ഒരുപാട് മരുന്നുകൾ വേണം, 3000-4000 മെഡിസിനുകൾ വേണമെന്ന് പറഞ്ഞു. അത് ചെയ്ത് തുടങ്ങിയില്ല, ഇത് കഴിയുമ്പോൾ ചെയ്തു തുടങ്ങുമ്പോഴേക്കാണ് ഈ മരുന്നുകൾ വേണമെന്ന് പറയുന്നത്. ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞ് പോയി. പിന്നെ ട്യൂബിന്റെ കാര്യം, ട്യൂബ് അത്യാവശ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു ട്യൂബ് എടുത്ത് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് പിന്നെ മാറ്റി ഉപയോഗിക്കാന്നാണ് പറയുന്നത്. ട്യൂബ് കമ്പനി ET എന്നാണ് പറയുന്നത്. കമ്പനി പോയിട്ട് വീണ്ടും പുതിയ മോഡൽ ട്യൂബ് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാന്ന് അവർ പറയുന്നത്. അതൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നമുക്കൊന്നും ഉറപ്പില്ല. നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാതെ കൊണ്ട് നമുക്ക് പണമില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് വാങ്ങിക്കാം.
എന്ന് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ 3 പേഷ്യന്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരും ഇത് കയറി സൂപ്രണ്ട് ഓഫീസിൽ കയറി പറയുകയും സൂപ്രണ്ട് പറയുന്നത് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിൽ സൗജന്യമായിട്ട് ചികിത്സാ സഹായം കിട്ടുന്നില്ല എന്ന് സൂപ്രണ്ടിനെ അറിയിച്ചു. സൂപ്രണ്ട് റൂമിൽ കയറി ഞങ്ങൾ സംസാരിച്ചു, PR കണ്ടു, സൂപ്രണ്ടൊക്കെ സംസാരിച്ചു. സൂപ്രണ്ട് പറയുന്നത് ഇവിടെ ഇതിനൊന്നും ഫണ്ടില്ല, ഈ കമ്പനികൾക്കെല്ലാം ട്യൂബൊക്കെ വരുന്ന കമ്പനികൾക്കെല്ലാം 1.5 കോടി രൂപ കൊടുക്കണമെന്ന് പറയുന്നു. ഇതിനൊക്കെ ഫണ്ട് എവിടെ നിന്നാണ്? ഇത് 95% മറ്റേ BPL കാരുടെ ആശുപത്രി, ഇവിടെ വരുമാനങ്ങളൊന്നുമില്ല, സർക്കാർ സഹായങ്ങളൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. റൈറ്റ്. എന്തായാലും ആരോഗ്യരംഗത്ത് കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് എന്ന് പറയുമ്പോൾ അത് സ്വകാര്യ ആശുപത്രികളെ ചൂണ്ടിക്കാണിച്ചാകരുത്, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സർക്കാർ ആശുപത്രികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാകണം. അവിടുത്തെ അനാസ്ഥ തുടർച്ചയായി ഇത്തരം പരാതികളും ആക്ഷേപങ്ങളും ആലപ്പുഴ മെഡിക്കൽ കോളേജിന് നേരെ ഉയരുകയാണ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ വലിയ തോതിൽ കേരളത്തിൽ വാർത്തയായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ വന്നതോടെ ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ 2 വർഷമായി പണം കിട്ടുന്നില്ല എന്നാണ് പരാതി. ഇടതുപക്ഷ ഭരണസമിതിക്കെതിരെ സർക്കാരും നടപടിയെടുക്കുന്നില്ല എന്ന് ആക്ഷേപമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് നിക്ഷേപകർ ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. പക്ഷേ ഒരു പൈസ പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ കുറേ നാളുകളായുള്ളത്. ഏതാണ്ട് 2 വർഷത്തിലധികമായി സമാനമായ സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാണിക്കുന്നത്. പലതവണ പലതരത്തിലുള്ള ചർച്ചകളും പരാതിയും ഒക്കെ നൽകിയെങ്കിലും കാര്യമായി ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് അവിടെ ബാങ്കിലെത്തി പണം ചോദിക്കുകയും പണം നൽകാതെ വരികയും ചെയ്തതോടെ നിലത്ത് കിടന്ന് നിക്ഷേപകർ പ്രതിഷേധിച്ചത്. ഇതിനെതിരെ സഹകരണ വകുപ്പിന്റെ റിസീവർ ഭരണം അടക്കം എത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പക്ഷേ അത്തരം നടപടികളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ED-ക്കടക്കം ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട് നിക്ഷേപകർ. പക്ഷേ പോലീസ് FIR ഒന്നും നിലവിലില്ലാത്തതുകൊണ്ട് തുടർ നടപടിയിലേക്ക് കടക്കാൻ ED-ക്കും കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി നിക്ഷേപകർ ഇതിനകം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ. നേരത്തെ തൊട്ടടുത്തുള്ള പൂഞ്ഞാർ സഹകരണ ബാങ്കിലും വലിയ നിക്ഷേപ തട്ടിപ്പുണ്ടാകുകയും അവിടെ റിസീവർ ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയുമാണ്. ഇവിടെയും ഈ CPM ഭരിക്കുന്നതാണ് കഴിഞ്ഞ 3 ടേമായി. പലർക്കും അനധികൃതമായ ലോൺ നൽകി ആ ലോൺ തിരിച്ചടവ് ഉണ്ടാകുന്നില്ല. അതാണ് ഈ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതിരിക്കാൻ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് സഹകരണ മന്ത്രിയൊക്കെ ജില്ലയിൽ നിന്ന് ഉള്ള ആളെന്നുള്ള നിലയിൽ അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നതാണ് നിക്ഷേപകരുടെ ആവശ്യം. ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. കായിക വാർത്തകൾ വളരെ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ ISLന്റെ ഫൈനൽ പോരാട്ടം കാത്തിരിക്കുകയാണ് ആരാധകർ. നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ മുംബൈ FC-യാണ് നേരിടുക. ആധികാരിക ജയവുമായാണ് മുംബൈ സിറ്റി FC ഫൈനലിൽ പ്രവേശിച്ചത്. ഇരുപാദ മത്സരങ്ങളിലുമായി 5-2 മുംബൈയുടെ ജയം. IPL-ൽ ഇന്ന് ഒരു മത്സരം മാത്രമാണ് ഉള്ളത്. ലക്നൗ ഇന്ന് മുംബൈയെ നേരിടും. വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കുക. അതേസമയം 2020 ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ചീഫ് സെലക്ടറും BCCI സെക്രട്ടറിയും തമ്മിൽ ഇന്ന് ചർച്ച നടത്തും. അഹമ്മദാബാദിൽ ആണ് ചർച്ച നടത്തുക. ഇതോടെ ടീമിന്റെ കാര്യത്തിൽ അന്തിമ രൂപം ആകും. ഹാർദിക് പാണ്ഡ്യയെ ഉൾപ്പെടുത്തണോ എന്നത് സംബന്ധിച്ചത് ഫൈനൽ തീരുമാനവും ഇന്ന് ഉണ്ടാകും. വാർത്താരംഭം അവസാനിക്കുമ്പോൾ നാളെ ബുധനാഴ്ചയാണ്, പ്രവൃത്തി ദിവസം ആണ്. പക്ഷേ നാളെ മെയ് 1 കൂടിയാണ്, ലോക തൊഴിലാളി ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ ഉൾപ്പെടെ അവധിയായിരിക്കും. ബാങ്കുകളിൽ നേരിട്ട് ഇടപാട് നടത്തേണ്ടവർ ഇന്ന് തന്നെ അത് പൂർത്തിയാക്കുക. തൊഴിലാളി ദിനത്തിന് നേരത്തെ തന്നെ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. അതിന്റെ ചികിത്സ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നു.